കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവ്, ഏറ്റവും കൂടുതൽ ആളുകളുമായി സംവദിച്ച ജനനായകൻ, ഏറ്റവും കൂടുതൽ പൗരനിവേദനങ്ങളിൽ ഒപ്പിട്ട് താഴെ തട്ടിലേക്ക് കൈമാറിയ മുഖ്യമന്ത്രി, അനേകരുടെ ഇരുട്ടിനെ ഇല്ലാതെയാക്കുകയും സഞ്ചരിക്കുന്ന മെഴുകുതിരിയാകുകയും ചെയ്ത ഒരാൾ. ഉമ്മൻചാണ്ടിക്ക് മാത്രം ചേരുന്നതാണ് ഈ വിശേഷണങ്ങൾ. അധികാരത്തിന് എങ്ങനെയാണ് ഇത്രയ്ക്ക് സൗമ്യനാവാൻ കഴിയുക? പ്രായം ചെല്ലുന്തോറും അത് കൂടുതൽ ആർദ്രമായി, മധുരമായി. ഇങ്ങനെ കാലുഷ്യമില്ലാതെ ചിരിക്കാനാവണമെങ്കിൽ ക്ഷോഭിക്കാതെ, ഈർഷ്യയില്ലാതെ, തനിക്ക് നേരെ പാഞ്ഞു വന്ന കരിങ്കല്ലുകൾ നെറ്റിയിൽ പതിച്ച് ചോര വാർന്നപ്പോഴും സൗമ്യനായി പെരുമാറാനാവണമെങ്കിൽ സ്നേഹത്തിന്റെ വലിയ നീക്കിയിരിപ്പ് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ചീകി ഒതുക്കാതെ അലസമായി കിടക്കുന്ന മുടി, അയഞ്ഞ കതർ ഷർട്ട്, ചുറ്റും അനുയായികൾ. ഒറ്റ നോട്ടത്തിൽ മലയാളിക്ക് ഇതാണ് ഉമ്മൻചാണ്ടി. ചീകി ഒതുക്കാത്ത നരച്ച മുടിയും എപ്പോഴും ചിരിച്ച മുഖവും അടയാളമാക്കി മാറ്റിയ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ അടയാളം ചുറ്റും വലയം തീർത്തിരുന്ന ആൾക്കൂട്ടങ്ങളായിരുന്നു. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളിൽ അധികമായി കേരള രാഷ്ട്രീയത്തിനൊപ്പം സഞ്ചരിക്കുന്നുണ്ട് പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞൂഞ്ഞ്. അസുഖങ്ങൾ അതിശക്തമായി വേട്ടയാടിയ അവസാന ദിനങ്ങൾ ഒഴികെ ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് നടുവിൽ ജീവിച്ച രാഷ്ട്രീയ നേതാവിനെ അലിയാൻ മനുഷ്യർ മൺതരികളായി. ജനിച്ച നാടിന്റെ ഓരോ ഇടത്തും അവർ പരന്നു കിടന്നു. അതിന്റെ ആനന്ദം അത്രയും അനുഭവിച്ച് നിവർത്തിപ്പിടിച്ച ഹൃദയത്തിൽ കയ്യൊപ്പിട്ട് ഉമ്മൻചാണ്ടി മനസ്സുകളിലേക്ക് അലിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്കിന്ന് 1 വയസ്സ്. ചുരുക്കി പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ജനസമ്പർക്കം നിർത്തിയിട്ട് ഇന്നേക്ക് 1 വർഷം. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ബൈബിൾ വാചകത്തെ അന്വർത്ഥമാക്കി തന്റെ ജനത്തെയും അനുയായികളെയും തനിച്ചാക്കി ജനനായകൻ മടങ്ങുകയായിരുന്നു. ചെയ്ത പ്രവൃത്തികൾ ഇവിടെ ബാക്കിയായി, അതിലെ നന്മകളും ബാക്കിയായി. അങ്ങനെ ആ ജനതയുടെ മനസ്സിൽ അനശ്വരനായി. പ്രിയ നേതാവ് ഉമ്മൻചാണ്ടിക്ക് കേരളം വിട നൽകിയപ്പോൾ ജനസേവനത്തിനായി ഉഴിഞ്ഞുവെച്ച ആ ജീവിതം കേരളത്തിന് നൽകിയത് ഒരു പിടി വികസന പദ്ധതികളും കൂടിയാണ്. കേരളത്തെ വികസന പാതയിലേക്ക് അദ്ദേഹം അതിവേഗം നയിച്ചു. ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞു. ദേശീയ തലത്തിലേക്ക് വരെ കോൺഗ്രസിന് പ്രയോജനപ്പെടുത്താൻ തക്ക സംഘടനാ വൈദഗ്ധ്യവും പ്രവർത്തന മികവും ഉണ്ടായിരുന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. എന്നാൽ 1970-ൽ 27-ാം വയസ്സിൽ ആദ്യമായി MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അന്നു മുതൽ മരണം വരെ പുതുപ്പള്ളിക്കാരെ വിട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന് ഉമ്മൻചാണ്ടി തയ്യാറായില്ല. അല്ല എങ്കിൽ പുതുപ്പള്ളിക്കാർ അദ്ദേഹത്തെ അനുവദിച്ചില്ല എന്നും പറയാം. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചേക്കില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നതോടെ പുതുപ്പള്ളിയിലെ വീടിനു മുൻപിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടം ഉമ്മൻചാണ്ടി എന്ന വ്യക്തി പുതുപ്പള്ളിക്ക് എന്താണെന്ന് കൂടി തെളിയിക്കുന്നതായിരുന്നു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇനി മറ്റാർക്കും തകർക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ കൂടി സ്വന്തം പേരിൽ കുറിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി കടന്നുപോയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. കേരള കോൺഗ്രസ് നേതാവ് KM മാണിയെ മറികടന്ന് 2022 ഓഗസ്റ്റ് 2-നാണ് ഈ നേട്ടം ഉമ്മൻചാണ്ടി സ്വന്തം പേരിൽ കുറിച്ചത്. 18,728 ദിവസം എന്ന റെക്കോർഡാണ് അദ്ദേഹം പിന്നിട്ടത്. യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കെയാണ് 1970-ലെ തിരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ നിന്നും ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുന്നത്. 1957, 1960 തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിച്ച മണ്ഡലമായിരുന്നെങ്കിലും 1967-ലെ തിരഞ്ഞെടുപ്പിൽ EM ജോർജിലൂടെ മണ്ഡലം CPM പിടിച്ചെടുത്തിരുന്നു. 70-ലെ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി എതിരാളിയായി വന്നപ്പോഴും EM ജോർജ് വിജയം പ്രതീക്ഷിച്ചു. എന്നാൽ വോട്ടെണ്ണിയപ്പോൾ 7000-ൽ പരം വോട്ടിന് പരാജയപ്പെടുത്തി ഉമ്മൻചാണ്ടി ആദ്യമായി നിയമസഭയിലേക്ക്. പിന്നീട് 2021 വരെ ആ പതിവ് പുതുപ്പള്ളിക്കാരും ഉമ്മൻചാണ്ടിയും ആവർത്തിച്ചു. ആദ്യമായി മുഖ്യമന്ത്രി പദം തേടിയെത്തുന്നത് 2004-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ AK ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചതോടെയാണ്. പിന്നീട് 2011-ൽ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചപ്പോഴും ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരു പേര് ഉയർന്നു വന്നിരുന്നില്ല.
പാം ഓയിൽ കേസ് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന പ്രധാന ആരോപണങ്ങളായിരുന്നു സോളാർ അഴിമതി. സോളാർ അഴിമതി കേസിൽ ലൈംഗിക ആരോപണവും ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നിരുന്നു. 2013 ജൂണിൽ ഈ കേസിൽ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. തെറ്റു ചെയ്തെങ്കിൽ ആശങ്ക വേണ്ട, അവസാന വിജയം നമുക്കായിരിക്കും. സത്യം ഓരോന്നായി പുറത്തു വരികയാണ്. ഇനിയും പലതും തെളിഞ്ഞു വരാനുണ്ട്. ചിലപ്പോൾ അതിന്റെ കാലശേഷമായിരിക്കും. എന്തായാലും സത്യത്തെ സംശയത്തിന്റെ പുകമറയിൽ എക്കാലവും ഒളിപ്പിച്ചു വെക്കാനാവില്ല. കാലം സാക്ഷിയെന്ന തന്റെ ആത്മകഥയിൽ ഉമ്മൻചാണ്ടിയുടെ വാക്കുകളായിരുന്നു ഇത്. അതും കാലം തെളിയിച്ചു. സോളാർ കേസിലെ പരാതിക്കാരിയുടെ കത്തിൽ മുൻമന്ത്രി ഗണേഷ് കുമാർ ഇടപെട്ട് ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർത്തതാണെന്ന് വെളിപ്പെടുത്തലും പുറത്തു വന്നു. എല്ലാത്തിനും ഒടുവിൽ CBI തന്നെ കേസിൽ ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചീറ്റ് നൽകി. അങ്ങനെ എല്ലാ ആരോപണങ്ങളിൽ നിന്നും അഗ്നിശുദ്ധി വരുത്തി പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞ് യാത്രയായപ്പോൾ കേരള ചരിത്രത്തിലെ ഉമ്മൻചാണ്ടി എന്ന അധ്യായത്തിനും വിരാമമായി. ഏത് അർദ്ധരാത്രിയിലും പരാതി പറയാൻ എത്തുന്നവരെ കാണാൻ ഉമ്മൻചാണ്ടി ഉണ്ടാവില്ല. അവരുടെ പരിഭവങ്ങൾ കേൾക്കില്ല. പരാതികൾക്ക് പരിഹാരം കാണാൻ പുതുപ്പള്ളി, കരോട്ട്, വള്ളക്കാലിൽ ഇനി ആ മനുഷ്യനില്ല. മറുതലയ്ക്കൽ നിന്ന് ഹലോ ഉമ്മൻചാണ്ടിയാണേ എന്ന പരിചയപ്പെടുത്തലിൽ ഇനി ആർക്കും ആ ഫോൺ കോളുകളും എത്തില്ല. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി പിന്നിൽ നിന്ന് നയിച്ച ഏറ്റവും വലിയ പദയാത്ര അദ്ദേഹത്തിന്റെ വിലാപ യാത്രയായിരിക്കണം. ഒരുപാട് നേരമായി കാത്തിരുന്നവർക്ക് നടുവിലേക്ക് ഉയർത്തിപ്പിടിച്ച കൈകളിൽ ജനകീയമായ ഒരു മുദ്രാവാക്യം പോലെ ഉമ്മൻചാണ്ടി വന്നു. തന്റെ പിന്നാലെ വരുന്ന ജനസാഗരങ്ങളെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി മടങ്ങിയിട്ട് പുതുപ്പള്ളിയിലെ വീട്ടിൽ ഇപ്പോഴും തുറന്നിട്ടിട്ടുണ്ട് സങ്കടങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ആ ജനവാതിൽ. ഇപ്പോഴും അദ്ദേഹത്തെ കാത്ത്.